ചിത്രത്തിൻ്റെ തുടക്കത്തിൽ നാം കാണുന്നത് ഒരു കുടുംബത്തെയാണ്. ആ കുടുംബത്തിലെ അമ്മ വളരെയധികം വിഷമിച്ച് വയ്യാതെ കിടക്കുന്ന മകളുടെ അടുത്തായിരിക്കും. ആ സമയം അമ്മയുടെ മകനായ വില്ല് ഈ അമ്മയുടെ അടുത്ത് വന്ന് അമ്മയെ ആശ്വസിപ്പിക്കുന്നു. ജയ്ക്ക് ക്യാഷുമായി വരും, ആ പൈസ കൊണ്ട് നമുക്ക് ചേച്ചിയെ ചികിത്സിക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ജയ്ക്ക് എത്തുന്നത്. വില്ല് ഓടിപ്പോയി ജയ്ക്കിനോട് ക്യാഷ് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ജയ്ക്ക് കുറച്ച് പയർമണികൾ കാണിച്ച് പറയുന്നു, നമ്മുടെ മാനിനെ വിറ്റപ്പോൾ ക്യാഷിന് പകരം കുറച്ച് പയർമണികളാണ് തന്നത്, ഇതിന് മാന്ത്രിക ശക്തി ഉണ്ടെന്നാണ് പറഞ്ഞത്, നമ്മുടെ എല്ലാ കഷ്ടപ്പാടും ഇതോടെ മാറുമെന്ന് പറയുന്നു. ഇത് കേട്ട് വില്ല് ചൂടാവുന്നു. അയാൾ നിന്നെ പറ്റിച്ചതാണ്, നിന്റെ ക്യാഷ് കൊണ്ട് വേണം ചേച്ചിയെ ചികിത്സിക്കാൻ എന്ന് പറഞ്ഞു. നിന്റെ മണ്ടത്തരം കാരണം ചേച്ചിയുടെ ജീവൻ അപകടത്തിൽ പെട്ടുപോകുമല്ലോ എന്ന് പറഞ്ഞ് അടിപിടി കൂടുന്നു. ഇവിടെ അവരുടെ സഹോദരിക്ക് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. ശേഷം 15 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. വില്ലും ജയ്ക്കും ഇപ്പോൾ മുതിർന്ന യുവാക്കളായി മാറിയിരിക്കുന്നു. അവർ ഒരു ഗ്രാമത്തിലെ ജനങ്ങളോട് സംസാരിക്കുകയാണ്. ഈ ഒരു ദുർമന്ത്രവാദിയുടെ പ്രേതം ആളുകളെ ഉപദ്രവിക്കുന്നു എന്ന് കാരണം കൊണ്ട് തന്നെ ഗ്രാമീണർ ആകെ പ്രയാസത്തിലായിരിക്കുകയാണ്. അറിഞ്ഞ് പ്രേതത്തെ ഓടിക്കാനും ഗ്രാമീണരെ രക്ഷിക്കാനും എന്നും പറഞ്ഞുകൊണ്ടാണ് വില്ലും ജയ്ക്കും അവിടെ എത്തിയിരിക്കുന്നത്. പിടിക്കാൻ നല്ലൊരു തുകയും അവർ ആവശ്യപ്പെട്ടു. ഗ്രാമീണർ അത് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ അതേ പിടിക്കാനുള്ള കളങ്ങൾ അവർ ഒരുക്കിക്കൊണ്ടിരുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ ആ പ്രേതം അവിടെ വരികയും കഷ്ടപ്പെട്ട് അവർ ആ പ്രേതത്തെ തളക്കുകയും ചെയ്യുന്നു. രണ്ട് ഗ്രാമീണർ വളരെ സന്തോഷത്തോടെ അവരോട് പറഞ്ഞ തുക കൊടുക്കുകയും കാശ് വാങ്ങി വില്ലും ജയ്ക്കും ഇരിക്കുമ്പോൾ ആ സമയത്ത് ദുർമന്ത്രവാദിയുടെ പ്രേതം വീണ്ടും വരുന്നു. ഇവർ തളച്ച പ്രേതം വീണ്ടും വന്നു എന്ന് കരുതി നിൽക്കുമ്പോഴാണ് സംഭവം പിടികിട്ടിയത്. യഥാർത്ഥത്തിൽ ഇവർ പ്രേതത്തെ ഒന്നും തളക്കുന്നില്ല. വില്ലുണ്ടാക്കിയ സെറ്റപ്പാണിത്. നല്ല പഠിച്ച കള്ളന്മാരായിരിക്കും ഇവർ രണ്ടുപേരും. പ്രേതത്തെ ഭയക്കുന്ന ഗ്രാമങ്ങളിലെത്തി അതിനെക്കുറിച്ച് പഠിച്ച് രണ്ടുപേരും പ്രേതത്തെ ക്രിയേറ്റ് ചെയ്ത് അതിനെ തളക്കുന്നതായും ആളുകളെ വിശ്വസിപ്പിച്ച് ക്യാഷ് തട്ടലാണ് ഇവരുടെ മെയിൻ പരിപാടി. ഈ തട്ടിപ്പിന് ഇവർക്ക് 2 അസിസ്റ്റൻറ്റ് കൂടിയുണ്ട്. അവർക്ക് കുറച്ച് ക്യാഷ് കൊടുത്ത് അവരെ അടുത്ത ഗ്രാമത്തിലേക്ക് വിടുന്നു. അത് പേടിപ്പിക്കാനാണ് ഇവരെ പറഞ്ഞു വിടുന്നത്. ഇങ്ങനെ നാട് മുഴുവൻ തട്ടിപ്പ് നടത്തി അവർ എത്തി നിൽക്കുന്നത് ജർമ്മനിയുടെ അധീനത്തുള്ള ഫ്രാൻസിലാണ്. അവിടെയുള്ള മാർബട്ടൻ എന്നൊരു കൊച്ചു ഗ്രാമത്തിലാണ് അവർ എത്തി നിൽക്കുന്നത്. അവിടെ പെൺകുട്ടികളെ കാണാതാകുന്നു. ഇപ്പോൾ തന്നെ ഒരു പെൺകുട്ടി എന്തോ ഭയന്ന് ഓടി അവൾ ഗ്രാമത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ അവളെ ഒരു ജീവി വന്ന് വിഴുങ്ങുന്നതായി നമ്മളെ കാണിക്കുന്നു. ആ സമയം ക്യാഷുമായി വില്ലും ജയ്ക്കും അടിച്ചു പൊളിക്കുകയാണ്. രാജാവിൻ്റെ ഭടന്മാർ വന്ന് ഇവർ രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് രാജാവിൻ്റെ അടുത്തെത്തിക്കുന്നു. അപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലാവുന്നത്. അവരുടെ അസിസ്റ്റൻറ്റിനെ നേരത്തെ പൊക്കിയിരുന്നു. അവർ വഴിയാണ് ഇവരെ പൊക്കിയിരിക്കുന്നത്. രാജാവ് ഇവർക്ക് മരണശിക്ഷ വിധിക്കുന്നു. അവർ രാജാവിനോട് കരഞ്ഞുകൊണ്ട് താണപേക്ഷിക്കുന്നു, ഞങ്ങളെ വെറുതെ വിടണമെന്ന്. അങ്ങനെ രാജാവ് ഇവരോട് പറയുന്നു, ശരി, നിങ്ങളെ വെറുതെ വിടാം. ഇവിടെയുള്ള ഗ്രാമത്തിൽ ദുരൂഹമായി പെൺകുട്ടികളെ കാണാതാവുന്നു. അതിന് പിന്നിലുള്ള കാരണം നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ശിക്ഷയിൽ ഇളവ് നൽകാമെന്ന് പറയുന്നു. ആദ്യം അവർ സമ്മതിക്കുന്നില്ല. പിന്നീട് ജീവനിൽ ഭയന്ന് അവരതിന് തയ്യാറാവുന്നു. അങ്ങനെ അവർ ആ ഗ്രാമത്തിലെത്തുമ്പോൾ ഗ്രാമീണർ അവരെ തോക്ക് ചൂണ്ടി ഭയപ്പെടുത്തുന്നു. നേരെ ആ കൂട്ടത്തിലൊരു കുട്ടി തൻ്റെ അച്ഛനോട് പറയുന്നു, ഇവർ പ്രേതത്തെ ഓടിക്കുന്നവരാണ്, ഇവർ നമ്മുടെ അയൽ ഗ്രാമത്തിൽ വന്നതായി ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. അമ്മമാർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം മാറുമെന്ന് പറഞ്ഞ് എല്ലാവരെയും മനസ്സിലാക്കുന്നു. സത്യത്തിൽ ഈ പയ്യൻ ഒരു ആണല്ല പെൺകുട്ടിയെന്ന് വില്ല് മനസ്സിലാക്കുന്നു. അദ്ദേഹം കാര്യം ചോദിക്കുമ്പോൾ താൻ വേഷം മാറി നടക്കുകയാണെന്നും ഇവിടെയുള്ള പെൺകുട്ടികളെല്ലാം കാണാതാകുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടാനാണെന്നും ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നു. ഇരിക്കെ വില്ലും ജയ്ക്കും ഈ ഗ്രാമീണരോട് സംസാരിക്കുന്നു. അപ്പോഴാണ് അവർ പറയുന്നത്, ഈ ഗ്രാമത്തിന് അടുത്തുള്ള കാട്ടിൽ വെച്ചാണ് കുട്ടികളെ കാണാതാകുന്നത്. നിങ്ങളോടൊപ്പം ആരാണ് ഈ കാട്ടിലേക്ക് വഴികാട്ടിയായി വരുന്നതെന്ന് വില്ലും ജയ്ക്കും ഗ്രാമീണരോട് ചോദിക്കുന്നു. അന്നേരം അവരാരും അതിന് തയ്യാറാവുന്നില്ല. അന്നേരം ഒരു വൃദ്ധയായ സ്ത്രീ വന്ന് നിങ്ങളെ സഹായിക്കാൻ ആ ശപിക്കപ്പെട്ടവൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് പറയുന്നു. അന്നേരം അവൾ ആരാണെന്ന് ചോദിക്കുന്നു വില്ല്. അതാവും നമ്മുടെ കഥാനായിക. അവളും ഈ ഗ്രാമീണരും എന്തോ പ്രശ്നമുണ്ട്, അത് കാരണം കാട്ടിൽ വരാൻ അവൾ കൂട്ടാക്കുന്നില്ല. അപ്പോൾ തന്നെ ആ ഭടന്മാർ അവളെ പേടിപ്പിക്കുന്നു. അന്നേരം അവൾ കാട്ടിൽ വരാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ അവരെല്ലാവരും കാട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെയുള്ള വൃദ്ധ നല്ല വാക്കിന് പകരം എല്ലാവരും നശിച്ചു പോകുമെന്ന് പറഞ്ഞാണ് യാത്രയാക്കുന്നത്. അങ്ങനെ അവർ ആ കാട്ടിലെത്തുന്നു. ആ കാട്ടിൽ പ്രവേശിക്കാൻ നേരം കുതിരയെ മാറ്റിക്കെട്ടിയാണ് അവർ ആ കാട്ടിലെത്തുന്നത്. കാട് കണ്ടാൽ തന്നെ വളരെ ദുരൂഹമായാണുള്ളത്. അവർ ആ കാട്ടിൽ കയറുമ്പോൾ കാക്കകൾ ഉച്ചത്തിൽ കരയുന്നു. മനുഷ്യനെ പോലെ നടക്കുന്ന മരങ്ങൾ ജയ്ക്ക് പ്രത്യേകം നോട്ട് ചെയ്യുന്നു. അവിടെ നിന്ന് ഏഞ്ചലിക്ക് ഒരു കഥ പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജാവിന് ഒരു സുന്ദരിയായ മകളുണ്ടായിരുന്നു. അവളുടെ സൗന്ദര്യത്തിൽ അവൾ വളരെയധികം അഹങ്കരിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ ആ നാട്ടിൽ വലിയൊരു പകർച്ചവ്യാധി പടരുകയും അതുമൂലം ഒരുപാട് ആളുകൾ മരണപ്പെടുകയും ചെയ്യുന്നു. അന്നേരം തനിക്ക് വരാതിരിക്കാൻ ഒരു വലിയ കോട്ട കെട്ടി മുകളിൽ താമസിക്കുകയായിരുന്നു രാജകുമാരി ചെയ്തിരുന്നത്. ആ രാജകുമാരിയുടെ വളരെ നീണ്ട മുടിയാണ്. ഈ രോഗം ബാധിച്ച് ഇതിരെ നഷ്ടപ്പെടാതിരിക്കാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും കാറ്റിലൂടെ പടരുന്ന ഈ രോഗം രാജകുമാരിയെയും ബാധിക്കുന്നു. തത്സമയം അവർ മരണപ്പെടുന്നു. അവരുടെ ആത്മാവ് ഒരു ദുരാത്മാവായി മാറി പെൺകുട്ടികളെ വേട്ടയാടാൻ തുടങ്ങി. പക്ഷേ ആ ദുരാത്മാവ് എപ്പോഴും പുറത്തിറങ്ങില്ല. ചില പ്രത്യേക സമയങ്ങളിൽ മാത്രമേ ഇറങ്ങാറുള്ളൂ എന്ന് അവൾ പറയുന്നു. അപ്പോഴാണ് ജയ്ക്കിൻ്റെ കുതിരയുടെ അടുത്ത് ഒരു വ്യത്യസ്ത രൂപമുള്ള മനുഷ്യനെത്തുന്നത്. അയാൾ ഒരു തരം പ്രാണികളെ കുതിരയ്ക്ക് കൊടുക്കുകയും വെജിറ്റേറിയനായി കുതിര ആ പ്രാണികളെ മുഴുവൻ ഭക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ കാട് മൊത്തം പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരുട്ടാകുന്നു. നേരെ ഏഞ്ചലിക്ക ഒരു തവളയെ എടുത്ത് നക്കി അതിനോട് വഴി ചോദിക്കുന്നു. അന്നേരം ജയ്ക്ക് ചോദിക്കുന്നു, എന്ന വഴി അറിയാമല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അത് കേട്ട് ഏഞ്ചലിക്ക പറയുന്നു, ഇതൊരു ദുരൂഹത നിറഞ്ഞ കാടാണ്. നിമിഷ നേരങ്ങൾ
ദിവസങ്ങൾക്കകം ഈ കാട് മാറിമറിയും, അതുകൊണ്ട് തന്നെ വന്ന വഴി ഒരിക്കലും തിരിച്ചു പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് തവളയെ വീണ്ടും നക്കുന്നു. അന്നേരം തവള വഴി കാട്ടുന്നു. ആ വഴിയിലൂടെ അവർ ആ ഗ്രാമത്തിലെത്തുന്നു. ഇന്ന് കാടിനെക്കുറിച്ച് മനസ്സിലായല്ലോ, നാളെ വീണ്ടും പോകാമെന്ന് ജെയ്ക്ക് പറയുന്നു. അത് കേട്ട് ഏഞ്ചലിക്ക പറയുന്നു താൻ വരില്ല എന്ന് പറയുന്നു. നിങ്ങൾക്ക് വഴിയും പുറത്തു കടക്കാനുള്ള മാർഗ്ഗമെല്ലാം ഞാൻ കാണിച്ചു തന്നല്ലോ എന്ന് പറയുന്നു. ഇതിനൊരു ഫ്ലാഷ് ബാക്കും അവൾ പറയുന്നു. തൻ്റെ അച്ഛനെ കൊന്നത് ഈ കാട്ടിലെ ഒരു ചെന്നായാണ്, അതുപോലെ തന്നെ തൻ്റെ സഹോദരന്മാരെ കാണാതാകുന്നതും ഈ കാട്ടിൽ വെച്ചാണ്. അതിനുശേഷമാണ് ഇവിടെ കാണാതായി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ശപിക്കപ്പെട്ടവളാണെന്ന് ഗ്രാമീണർ പറയുന്നതെന്ന് അവൾ പറയുന്നു. അങ്ങനെ അന്ന് രാത്രി ഈ ഗ്രാമത്തിലെ പെൺകുട്ടി എന്തോ ശബ്ദം കേട്ടി ഉണരുന്നു. അവൾ ഇരുട്ട് വകവെക്കാതെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് എത്തുമ്പോൾ അത് ജെയ്ക്കിൻ്റെ കുതിരയാവും. അത് കാട്ടിൽ നിന്ന് എന്തോ പ്രാണിയെ വിഴുങ്ങിയതല്ലേ. അതിൻ്റെ വായിൽ നിന്ന് ഒരു തരം വല വരുന്നു. ആ വല വിരിച്ച് ഈ കുട്ടിയെ വിഴുങ്ങുന്നു. അതിനുശേഷം ഈ കുതിര കാട്ടിലേക്ക് ഓടിപ്പോകുന്നു. അത് കണ്ട് ഏഞ്ചലിക്ക കൂടെ ഓടുന്നു. അത് കണ്ട് ജെയ്ക്കും വില്ലും കൂടെ പോകുന്നു. കൂടെ ഭടന്മാരും കൂടുന്നു. കാട്ടിലെത്തിയ ഏഞ്ചലിക്ക ചെന്ന് പെടുന്നത് ചെന്നായുടെ മുന്നിലായിരിക്കും. അച്ഛനെ കൊന്ന ചെന്നായെ അവൾ അമ്പ് ചെയ്തെങ്കിലും അതിനൊന്നും പറ്റുന്നില്ല. അത് അവളുടെ അടുത്ത് വന്ന് അതിൻ്റെ കണ്ണ് കാണുമ്പോൾ അവൾക്ക് നല്ല പരിചയം തോന്നുന്നു. ആ പരിചയം കാരണം അവൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അന്നേരം തന്നെ ചെന്നായി അവളെ ഒന്നും ചെയ്യാതെ തിരിച്ചു പോകുന്നു. ഇക്കിനെ വില്ലിനെയും ഭടന്മാരെയും ആ നടക്കുന്ന മരങ്ങൾ ആക്രമിക്കുന്നു. അവരിൽ ചിലർ മരണപ്പെടുകയും ചെയ്യുന്നു. അന്നേരം രക്ഷപ്പെട്ടവർ കാട്ടിൽ നിന്ന് ഗ്രാമത്തിലേക്ക് ഓടിപ്പോകുകയും ചെയ്യുന്നു. ഇതെല്ലാം പടനായകൻ രാജാവിനെ അറിയിക്കുകയും അന്നേരം രാജാവ് ഇതൊന്നും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പടനായകൻ വില്ലിനെയും ജെയ്ക്കിനെയും കൊണ്ടുവരുന്നു. അവർ പറയുന്നു അങ്ങനെ ഒരു കാട് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. അന്നേരം പടനായകൻ ഏഞ്ചലിക്കയെ കൊല്ലാൻ നോക്കുന്നു. അന്നേരം തന്നെ ജെയ്ക്ക് എല്ലാം രാജാവിനോട് തുറന്നു പറയുന്നു. ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടി കാട്ടിൽ വിട്ടാൽ എല്ലാം തെളിവ് സഹിതം കാണിക്കാമെന്ന് പറയുന്നു. അതിനെ രാജാവിൻ്റെ അനുമതിയോടുകൂടി ഭടന്മാരെയും കൂട്ടി അവർ ആ ഗ്രാമത്തിലെത്തുന്നു. ജെയ്ക്ക് വില്ലിനോട് പറയുന്നു നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് പറയുന്നു. അപ്പോൾ വില്ലി പറയുന്നു ആ രാജകുമാരിയുടെ ദുരാത്മാവാണ് ഇതിനെല്ലാം കാരണം. അത് ആ വലിയ കോട്ടയിലുണ്ടാവും. അവിടെ വലിയ കണ്ണാടി ഉണ്ടാകും. പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയി നരബലി കൊടുത്ത് ഒരു പ്രത്യേക ദിവസം പുനർജനിക്കാനാണ് അവർ നോക്കുന്നത് എന്നും പറയുന്നു. ആ കണ്ണാടി കണ്ടെത്തിയാൽ നമുക്ക് ആ പെൺകുട്ടികളെ രക്ഷപ്പെടുത്താമെന്നും പറയുന്നു. പക്ഷേ ജെയ്ക്ക് ഇതിന് സമ്മതിക്കുന്നില്ല. അപ്പോൾ വില്ലി ഏഞ്ചലിക്കയുടെ അടുത്ത് പോകുന്നു. ശേഷം